മുനമ്പം വിഷയം കേരളത്തിൽ തിരിച്ചടിയായെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ മുതലാക്കാനാണ് ബി.ജെ.പി. നീക്കം. ഈ ലക്ഷ്യത്തോടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ എത്തിച്ച് മുനമ്പത്ത് പരിപാടി സംഘടിപ്പിച്ചത്. മുനമ്പത്ത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ശരിയെന്ന് ക്രൈസ്തവ സഭകൾക്കും ഇതിനിടെ ബോധ്യമായിട്ടുണ്ട്. മുനമ്പം ഭൂമി വിഷയത്തിൽ ബി.ജെ.പിയുടെ അജണ്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്നതോടെ പൊളിഞ്ഞെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ മുതലെടുപ്പ് നടത്താനാണ് നീക്കം. ഇതിനാണ് ദേശീയ മാധ്യമങ്ങളെ ഉൾപ്പെടെ ചൊവ്വാഴ്ച മുനമ്പത്ത് നടത്തിയ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. മന്ത്രിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രൈസ്തവ സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്കും ബോധ്യമായിട്ടുണ്ടെന്ന് അൽമായ മുന്നേറ്റം നേതാവ് ഷൈജു ആന്റണിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നു. അവിടുത്തെ ജനത വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടുകയാണ്. ഇപ്പോൾ അവിടെ സമരമിരിക്കുന്ന മനുഷ്യരുടെ അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും ഒക്കെ ഈ കേസിൻ്റെ പുറകെ തന്നെ നടക്കേണ്ടി വരും. നിങ്ങൾ നിയമ പോരാട്ടം തുടരണം എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിൻ്റെ ഉൾപ്പൊരുൾ അതാണ്. മുനമ്പത്ത് ബി.ജെ.പി. നടത്തിയ ഇടപെടൽ മുഴുവൻ വിഷയത്തിലെ രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യമിട്ട് മാത്രമാണെന്ന് വ്യക്തമാണെന്നും ഷൈജു ആന്റണി പറഞ്ഞു. പുതിയ വഖഫ് ബിൽ, ഉമീദ് ബിൽ എന്ന് പറയുന്ന പുതിയ വഖഫ് ബില്ലിന് കേരളത്തിൽ അഭിനന്ദൻ മോദി എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്താനായി കേരളത്തിലെ ജനം മുഴുവൻ അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ വ്യാപകമായി പ്രചരിപ്പിക്കും. ഈ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ കോലാഹലങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതുൾപ്പെടെ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ ശരിയായിരുന്നു എന്ന് ക്രൈസ്തവ സഭകൾക്ക് ബോധ്യമായതായും അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഞാൻ വഖഫ് ബോർഡിന് ഒരു നിർദ്ദേശം കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് പുതിയ നിയമം? കേരള സർക്കാർ അത് ചെയ്യാൻ തന്നെയാണല്ലോ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കേരള സർക്കാരിന് വളരെ സുന്ദരമായിട്ട് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള സർക്കാരിന് തന്നെ ഒരു നിർദ്ദേശം കൊടുക്കാം. ആ സമയത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം കേരള സർക്കാരിന് കൊടുത്തു, വീണ്ടും കേരള സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്തു. ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിനിടെ മുനമ്പം നിവാസികളുടെ പിന്തുണ ഉറപ്പാക്കാൻ മുനമ്പം സമരസമിതി ഭാരവാഹികളെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. ഇതും ദേശവ്യാപകമായി മുനമ്പത്തെ പ്രചാരണത്തിനായി ഉപയോഗിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. കൈരളി ന്യൂസ്, കൊച്ചി.